ഹായ് ഫ്രണ്ട്സ്, നാസ് പോൾട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടക്കോഴികളെ എങ്ങനെ ശരിയായ രീതിയിൽ പരിപാലിക്കാം എന്നതാണ്. അടക്കോഴിയെ എപ്പോൾ പുറത്ത് വിടണം, എത്ര മുട്ട വരെ അടവയ്ക്കാം, ഞാൻ ഉപയോഗിക്കുന്ന ലളിതമായ പാത്രം, ആര്യവേപ്പില ഉപയോഗിക്കുന്ന രീതി, കോഴിപ്പെൻ ഒഴിവാക്കുന്നത്, മഴക്കാല പരിപാലനം, അടക്കോഴിക്ക് കൊടുക്കേണ്ട ഭക്ഷണം, കൂടാതെ അടവയ്ക്കാൻ എത്ര മുട്ടകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി നോക്കാം. ആദ്യം ഒരു പ്രധാന കാര്യം, അടക്കോഴിയെ ദിവസം മുഴുവൻ കൂട്ടിൽ അടച്ചു വെക്കുന്നത് നല്ലതല്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്തു വിടണം. പുറത്തു വിട്ടാൽ കോഴി വെള്ളം കുടിക്കും, തീറ്റ കഴിക്കും, വിസർജനം ചെയ്യും, ശരീരം അല്പം ചലിപ്പിക്കും. സാധാരണയായി 15 മുതൽ 30 മിനിറ്റ് വരെ പുറത്തു വിടുന്നത് മതി. നല്ല അടക്കോഴി വീണ്ടും മുട്ടയിലേക്ക് തന്നെ തിരികെ വരും. ഇനി എത്ര മുട്ട വരെ അടവയ്ക്കാം എന്ന് നോക്കാം. ഇത് കോഴിയുടെ വലിപ്പത്തിനനുസരിച്ചാണ്. ചെറിയ നാടൻ കോഴിയാണെങ്കിൽ 8 മുതൽ 10 മുട്ട വരെ മതി. ഇടത്തരം കോഴികൾക്ക് 10 മുതൽ 12 മുട്ട വരെ വയ്ക്കാം. വലിയ കോഴികൾക്ക് 12 മുട്ടയ്ക്ക് മുകളിലും വയ്ക്കാം. പക്ഷേ എല്ലാ മുട്ടകളും കോഴിയുടെ ശരീരത്തിനടിയിൽ നന്നായി മറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇതിനേക്കാൾ അല്പം വലിപ്പമുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ സ്ഥിരമായി അടവയ്ക്കുന്ന പാത്രം ഇപ്പോഴില്ല. കാരണം വേറെ 2 കോഴികൾ ഇതിനൊക്കെ അടവച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ ഈ പാത്രത്തിലാണ് ഞാൻ അടവച്ചിരിക്കുന്നത്. ഇത് കന്നിപ്പെടയായ കോഴിയാണ്, അതുകൊണ്ടാണ് ഞാനിതിൽ അടവച്ചത്. ചില ആളുകൾ കന്നിപ്പെടയെ അടവയ്ക്കാറില്ല. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ അടവച്ചാൽ അവയ്ക്ക് നല്ല വളർച്ച വരാനും പുതിയ തൂവലുകൾ വരാനും ശരീരം ശക്തമാകാനും സഹായിക്കാറുണ്ട്. അതിനാൽ കോഴിയുടെ ആരോഗ്യം നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. പാത്രത്തിൻ്റെ അടിയിൽ അല്പം കട്ടിയുള്ള കടലാസ് വിരിക്കാം, അല്ലെങ്കിൽ പഴയ വൃത്തിയുള്ള ഒരു തുണി വെക്കാം. അതിൻ്റെ മുകളിലാണ് ഞാൻ ആര്യവേപ്പില വെക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കോഴിമുട്ടകൾ വയ്ക്കുന്നു. ആര്യവേപ്പില വെക്കുന്നതിൻ്റെ പ്രധാന ഗുണം കോഴിപ്പൻ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. അടക്കാലത്ത് കോഴി കൂടുതൽ സമയം ഒരേ സ്ഥലത്തിരിക്കുന്നതിനാൽ പേൻ, ചെറുപുഴു, മറ്റ് പരാദജീവികൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. ആര്യവേപ്പിലയുടെ സ്വാഭാവിക ഗന്ധം അവയെ കുറയ്ക്കാൻ സഹായിക്കും. ഇലകൾ ഉപയോഗിക്കുമ്പോൾ നനവുള്ള ഇലകൾ ഉപയോഗിക്കരുത്. അല്പം ഉണങ്ങിയതോ പുതിയതോ ആയ ഇലകൾ ഉപയോഗിക്കാം. പാത്രത്തിനകത്ത് ഈർപ്പം കൂടരുത്. മഴക്കാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട വയ്ക്കുമ്പോൾ വട്ടരൂപത്തിൽ ക്രമപ്പെടുത്തി വയ്ക്കുക. അങ്ങനെ കോഴിക്ക് എല്ലാ മുട്ടകളിലും ഒരുപോലെ ചൂട് നൽകാൻ കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോഴി ഭക്ഷണവും വെള്ളവും കുടിച്ചതിന് ശേഷം മണ്ണിൽ കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പലരും അത് വെറുതെയാണെന്ന് കരുതും. പക്ഷേ അതിന് വലിയ ഗുണമുണ്ട്. കോഴികൾ ഇങ്ങനെ മണ്ണിൽ കുളിക്കുമ്പോൾ അവരുടെ ശരീരത്തിലുള്ള ചെറുപ്രാണികൾ, പേന്, പരാദജീവികൾ എന്നിവ കുറയാൻ സഹായിക്കും. കൂടാതെ പുതിയ പ്രാണികൾ വരാതിരിക്കാനും സഹായിക്കുന്നു. അതിനാൽ കോഴികൾക്ക് ഉണങ്ങിയ മണ്ണിൽ കളിക്കാൻ അവസരം നൽകുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് കൂടുതൽ പ്രധാനമാണ്. മഴ പെയ്താൽ മുറ്റം മുഴുവൻ നനഞ്ഞു കിടക്കും. അപ്പോൾ കോഴികളെ ചെളിയിലോ മണ്ണിലോ വിടരുത്. പകരം ഷെഡിനടിയിലോ കൂട്ടിനുള്ളിലോ ഒരു ഭാഗത്ത് ഉണങ്ങിയ മണ്ണോ ചാരമോ മണലോ ചേർത്ത് വയ്ക്കാം. ഇവിടെ മരത്തിൻ്റെ അടിയിൽ ഉള്ളൊരു ചെറിയ ഭാഗത്താണ്, അവിടെ മഴ നനയാത്തത് കൊണ്ട് അവിടെ ഒരു ഉണങ്ങിയ മണ്ണുണ്ട്. അതിലാണ് അവർ കുളിക്കുന്നത്. ഇനി അടക്കോഴിയുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയാം. അടക്കാലത്ത് കോഴികൾക്ക് നല്ല പോഷണമുള്ള ഭക്ഷണം കൊടുക്കണം. പ്രത്യേകിച്ച് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം നൽകുന്നത് നല്ലതാണ്. പഴയ ചോറ്, കേടുവന്ന ഭക്ഷണങ്ങൾ ഇവ കൊടുക്കരുത്. അത്തരം ഭക്ഷണം കോഴിയുടെ ആരോഗ്യത്തെ ബാധിക്കും. ഞാനിവിടെ അടക്കോഴികൾക്ക് ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ പെല്ലറ്റ് എന്നൊക്കെ പറയുന്ന തീറ്റയാണ് നൽകാറുള്ളത്. ഇതിൽ ആവശ്യമായ പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽ എന്നിവ ലഭിക്കും. പിന്നെ കുറച്ച് ഗോതമ്പ് അരിയൊക്കെ കുറച്ച് പൊടിച്ച് വെച്ചത് ഇതിൽ മിക്സാക്കാറുണ്ട്. കൂടാതെ ശുദ്ധമായ വെള്ളം എപ്പോഴും ലഭ്യമാക്കണം. അടക്കോഴി കുറച്ച് സമയം മാത്രമേ പുറത്തു വരൂ. അതിനാൽ ആ സമയത്ത് നല്ല ഭക്ഷണവും വെള്ളവും ലഭിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അടവയ്ക്കാൻ ഏത് മുട്ടകളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതാണ്. പലരും വളരെ പഴയ മുട്ടകൾ ശേഖരിച്ച് വയ്ക്കാറുണ്ട്. അത് നല്ല രീതിയല്ല. ആദ്യത്തെ 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ കോഴിയിടുന്ന മുട്ടകളാണ് എടുക്കേണ്ടത്. അതിലും നല്ലത് 7 ദിവസത്തിനുള്ളിൽ ലഭിച്ച മുട്ടകളാണ്. വളരെ പഴയ മുട്ടകൾക്ക് വിരിയാനുള്ള സാധ്യത കുറയും.
പൊട്ടിയതോ വളരെ മലിനമായതോ ആയ മുട്ടകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. മുട്ട കഴുകി വെക്കുന്നതും നല്ലതല്ല. മുട്ടയുടെ മേൽപ്പുറത്തുള്ള സ്വാഭാവിക സംരക്ഷണ പാളി അതിലൂടെ നഷ്ടപ്പെടാം. അടയിരുത്തുമ്പോൾ കൂട് ശാന്തമായ സ്ഥലത്താകണം. ആളുകളുടെ വരവും പോകലും കുറവായിരിക്കണം. കുട്ടികൾ ഇടയ്ക്കിടെ എടുത്തു നോക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ആദ്യ 2-3 ദിവസങ്ങളിൽ കോഴിയെ അധികം ബുദ്ധിമുട്ടിക്കരുത്. 7-ാം ദിവസമോ 10-ാം ദിവസമോ ടോർച്ച് ഉപയോഗിച്ച് മുട്ട പരിശോധിക്കാം. അകത്ത് രക്തനാളങ്ങൾ കാണുന്നുവെങ്കിൽ കുഞ്ഞ് വളർന്നുണ്ടെന്നർത്ഥം. നേരിയ രീതിയിലുള്ള ഞരമ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും കാണുന്നില്ലെങ്കിൽ ആ മുട്ട മാറ്റി വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ചൂട് മറ്റുള്ള മുട്ടയൊക്കെ കിട്ടുകയും ചെയ്യും. അടക്കാലം സാധാരണയായി 21 ദിവസമാണ്. അവസാന ദിവസങ്ങളിൽ കോഴിയെ കഴിയുന്നത്ര ശല്യപ്പെടുത്താതിരിക്കണം. കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങുമ്പോൾ കൈകൊണ്ട് മുട്ട പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ അടക്കോഴിയെ ദിവസത്തിൽ 1 പ്രാവശ്യം പുറത്ത് വിടുക. കോഴിയുടെ വലിപ്പം അനുസരിച്ച് 10 മുതൽ 12 വരെ മുട്ട വയ്ക്കുക. കഴിയുമെങ്കിൽ അല്പം വലിയ പാത്രം ഉപയോഗിക്കുക. ഇനിയിപ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയൊക്കെ ആയാലും കുഴപ്പമില്ല. കടലാസ് അല്ലെങ്കിൽ തുണി വയ്ക്കാം. ആര്യവേപ്പില വെക്കുന്നത് കോഴിപ്പേൻ കുറയ്ക്കാൻ സഹായിക്കും. കന്നിപ്പെടയായ കോഴിയെയും ആരോഗ്യവതിയാണെങ്കിൽ അടവയ്ക്കാം. കോഴികൾക്ക് ഉണങ്ങിയ മണ്ണിൽ കുളിക്കാൻ അവസരം നൽകുക. മഴക്കാലത്ത് നനഞ്ഞ മണ്ണ് ഒഴിവാക്കുക. അടക്കോഴിക്ക് പ്രോട്ടീൻ കൂടുതലുള്ള നല്ല ഭക്ഷണം നൽകുക. പുളിച്ച ചോറ്, മോശം ഭക്ഷണം കൊടുക്കരുത്. ലെയർ മാഷ് പോലുള്ള നല്ല തീറ്റകൾ നൽകാം. അടവയ്ക്കാൻ ആദ്യത്തെ 10-12 ദിവസത്തിനുള്ളിൽ ഇടുന്ന മുട്ടകൾ തിരഞ്ഞെടുക്കുക. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടക്കോഴിയുടെ ആരോഗ്യം മെച്ചപ്പെടും. പേൻ കുറയും. മുട്ട വിരിയുന്ന ശതമാനം കൂടും. കുഞ്ഞുങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാസ് പൗൾട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.